ഹലോ, ഇത് നമ്മുടെ ചാനലിലെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. സോ ഇത് വന്നിട്ട് ഇതുപോലത്തെ ഒരു ഓർഗനൈസറാണ്. ഇതിൽ നമുക്ക് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്തിട്ടാണ് എങ്ങനെ വരയ്ക്കേണ്ടി എന്താ ചെയ്യേണ്ടി എന്നുള്ളതൊക്കെ. അപ്പോൾ നമുക്കാദ്യം ഇങ്ങനെ 2 പെട്ടികൾ വേണം. ഇതിൻ്റെ മുകളിലിരിക്കുന്ന പെട്ടി വേണം എന്നില്ല, കാർഡ്ബോർഡ് ആയാലും മതി. ഞാൻ കാർഡ്ബോർഡ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത പെട്ടിയാണ്. ആൻഡ് ഇങ്ങനത്തെ ഒരു പെട്ടി കിട്ടുകയാണെങ്കിൽ അതാണ് കേട്ടോ നല്ലത്. ഇല്ലെങ്കിൽ ഇതുപോലെ കാർഡ്ബോർഡ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കേണ്ടി വരും. സോ എന്തായാലും നമുക്കിതിൻ്റെ ഫ്ലാപ്സൊക്കെ റിമൂവ് ചെയ്യണം. ഇതൊക്കെ കട്ട് ചെയ്ത് കളയണം. ആൻഡ് ഇതിൻ്റെ ഹാഫ് പോർഷനും കട്ട് ചെയ്ത് കളയണം. ആ ഒരു പോർഷൻ കട്ട് ചെയ്ത് കളയണം. കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പീസസ് ഒന്നും വേസ്റ്റ് ചെയ്യാത്ത രീതിയിൽ നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. ആൻഡ് കട്ട് ചെയ്ത് വന്നാൽ ഇതുപോലെ ഇരിക്കും. ആൻഡ് നിങ്ങളുടെ കയ്യിൽ ബോക്സ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ കാർഡ്ബോർഡ്സ് വെച്ചിട്ട് ബോക്സ് ചെയ്താലും മതി. ബോക്സ് ഉണ്ടെങ്കിൽ അതാണ് ഉണ്ടാക്കാൻ എളുപ്പം. ഇനി നമുക്ക് ഇതിൻ്റെ ചുറ്റോറം, അതായത് ഈ ഭാഗത്ത് ഇങ്ങനെ കട്ട് ചെയ്ത ഭാഗത്തൊക്കെ മാസ്കിങ് ടാപ്പ്, ഇതിനെന്താ പറയുക എനിക്കറിയില്ല, ഞങ്ങൾ പേപ്പർ ടാപ്പ് എന്ന് പറയുക, ഈ ടാപ്പ് വെച്ചിട്ട് ഒട്ടിക്കാം. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഈ ടാപ്പിന് പകരം വാഷി ടാപ്പൊക്കെ യൂസ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ. എൻ്റെ കയ്യിൽ അങ്ങനത്തെ ഐറ്റംസ് ഒന്നുമില്ല. കളർ പേപ്പേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ പ്രിൻറ്റഡ് പേപ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ അങ്ങനത്തെ പേപ്പേഴ്സൊന്നും ഇല്ല. സോ ഞാൻ വൈറ്റ് ആൻഡ് ഇങ്ങനത്തെ ഒരു ബേജ് കളർ കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് വാഷി ടേപ്പ് ആണെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല, ലാസ്റ്റ് തന്നെ ചെയ്താൽ മതി. ആദ്യം പേപ്പർ ഒട്ടിച്ചതിന് ശേഷം ലാസ്റ്റ് ചെയ്താൽ മതി. ആൻഡ് ഇതേമാതിരി ഒട്ടിച്ചെടുക്കുക. എല്ലാ ഓപ്പൺ ചെയ്ത ഭാഗത്തും ഒട്ടിച്ചെടുക്കണം. ഞാൻ പേപ്പർ പിന്നെയാണ് ഒട്ടിച്ചത്. നിങ്ങൾ ആദ്യം പേപ്പർ ഒട്ടിച്ചിട്ട് പിന്നെ ടേപ്പ് ഒട്ടിക്കുക. അപ്പോൾ നല്ല നീറ്റായിട്ടിരിക്കും. എനിക്ക് കറക്റ്റ് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുള്ള ആ ഒരു ഐഡിയ കിട്ടാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലും കൂടി പേപ്പർ ഒട്ടിച്ചെടുക്കണം. ആൻഡ് ഉള്ളിൽ പേപ്പർ ഒട്ടിച്ചാൽ ഇതുപോലെ ഇരിക്കും. ഞാൻ കാണുന്ന ഭാഗത്ത്, ഇതേപോലെ കോർണേഴ്സിൽ കാണുന്ന ഭാഗത്ത് മാസ്കിങ് ടേപ്പ്, പേപ്പർ ടാപ്പ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഇടയിലൊരു ഗട്ട് ഇടണം. അതിന് വേണ്ടിയിട്ട് വേറൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് അതിൻ്റെ അളവ് കറക്റ്റ് മാർക്ക് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കണം. വെട്ടി വൈറ്റ് പേപ്പർ കവർ ചെയ്ത് ഒട്ടിച്ചെടുക്കണം. ആൻഡ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് അളവിൽ നോക്കി കട്ട് ചെയ്യുക. എല്ലാ കാര്യങ്ങളും കറക്റ്റാക്കിയിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടും. എൻ്റെ കുറേ ചെരുവും വളവും ഒടിവൊക്കെ ഉണ്ട്, കാരണം ഞാൻ കറക്റ്റായിട്ട് മെഷർ ചെയ്യാണ്ടാണ് എടുത്തത്. നിങ്ങൾ മെഷർമെൻറ്റ് കറക്റ്റാക്കിയാൽ തന്നെ നമ്മുടെ ഫൈനൽ ഔട്ട്കം നല്ലപോലെ കിട്ടും. ആൻഡ് ഞാൻ പറഞ്ഞ മാതിരി വൈറ്റ് പേപ്പറിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള പേപ്പേഴ്സ് ഒട്ടിക്കാം. ഇല്ലെങ്കിൽ ആദ്യം വൈറ്റ് പേപ്പർ ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിൽ വേറെ പേപ്പർ ഒട്ടിക്കുമ്പോൾ അതിനെക്കാട്ടും കുറച്ചുകൂടി നീറ്റായിട്ട് കിട്ടും. ഇന്ത്യയിൽ അങ്ങനെ ഒരുപാട് പേപ്പേഴ്സൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതെനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. അപ്പോൾ കുറേ അധികം ടൈം എടുത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ആൻഡ് നമുക്ക് ഇതിൽ തന്നെ തിരിച്ചു വരാം. ഇതുപോലെ സെൻറ്ററിൽ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു വലിപ്പുണ്ടാക്കണം. സോ വലിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് കാർഡ്ബോർഡ് എടുത്തിട്ട് ഏകദേശം ആ വലിപ്പിന് നമ്മൾ അവിടെ മെഷർ ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള കാർഡ്ബോർഡ്സ് എടുക്കുക. വലിപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മെഷർ ചെയ്തിട്ടുള്ള കാർഡ്ബോർഡ്സ് എടുക്കുക. ഞാൻ ആക്ച്വലി അവർക്ക് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും സ്ക്രീനിൽ, അതായത് വീഡിയോയിൽ കണ്ടില്ല. ഫ്ലോർ വെച്ചിട്ടാണ് ഉണ്ടാക്കിയതൊക്കെ, അപ്പോൾ അത് വീഡിയോയിൽ കറക്റ്റായിട്ട് കിട്ടിയില്ല. സോറി ഫോർ ദാറ്റ്. അപ്പോൾ ഇതേമാതിരി മെഷർ ചെയ്തിട്ട് എടുക്കുക. സത്യം പറഞ്ഞാൽ നമ്മൾ നല്ലപോലെ എടുത്തു കഴിഞ്ഞാൽ കിട്ടും. ഇതിൻ്റേത് കുളമായിട്ടുണ്ടായിരുന്നു, കാരണം ഞാൻ നല്ലപോലെ മെഷർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മെഷർ ചെയ്യാണ്ട് എടുത്തപ്പോൾ ഇത് വലിപ്പം കൂടി, അതുകൊണ്ട് തന്നെ അതിൽ കറക്റ്റായിട്ട് ഫിറ്റായി ഉണ്ടായിരുന്നില്ല. വലിപ്പം കൂടിയോണ്ട് അതിൻ്റെ ഉള്ളിൽ കറക്റ്റിൽ ഫ്ലോയിലാണ്ട് കിട്ടിയില്ല. പിന്നെ കേറ്റ് വെച്ച് ചെരിഞ്ഞിട്ടൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നല്ലപോലെ കട്ട് ചെയ്ത് നല്ലപോലെ ഒട്ടിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും. ആൻഡ് ഞാൻ പശ വെച്ചിട്ടല്ല ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചിട്ടുള്ളത്, കാരണം പശ വെച്ച് ഒട്ടിക്കുമ്പോൾ കുറേ ടൈം എടുക്കുന്നുണ്ട്, പിന്നെ പെട്ടെന്ന് അത് ഇതായിട്ട് പോകുന്നുണ്ട്. നിങ്ങളൊരു പശ ഉണ്ടെങ്കിൽ അത് വെച്ച് ഒട്ടിച്ചാലും മതി. ഒന്നാമതൊരു 10 രൂപയുടെ ചെറിയ പശയാണ് ഉണ്ടായിരുന്നത്, അപ്പോൾ അതിൽ ഏകദേശം കഴിയാനായിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ടാപ്പ് മെയിൻലി യൂസ് ചെയ്തത്. ആൻഡ് ഈ പോർഷനിലൊക്കെ ടാപ്പിനെക്കാട്ടിലും നല്ല പശയാണ് സത്യം പറഞ്ഞാൽ. ഞാൻ പശ യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൻ്റെ ഡ്രോയറിൻ്റെ വലിപ്പിൻ്റെ പിടുത്തം ഉണ്ടാവുമല്ലോ, അത് ടാപ്പ് വെച്ച് ഒട്ടിക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ നല്ല വൃത്തികേടായിട്ട് വന്നിട്ടുണ്ടായത്. അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഞാൻ മിക്കവാറും കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡ്രോയർ മാറ്റി വേറെ ഡ്രോയർ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഈ ഡ്രോയർ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഫുൾ നല്ലപോലെ മെഷർ ചെയ്യാത്തതുകൊണ്ട് തന്നെ കുറച്ച് ടൈറ്റായിട്ട് കിടന്ന്. ഇവിടെ ഞാൻ ഈ ടാപ്പ് ഒട്ടിച്ചായിരുന്നുകൊണ്ട് എനിക്ക് വലിപ്പിൻ്റെ പിടുത്തം പശ ചൊട്ടിച്ചാലാണ് കുറച്ചുകൂടി നല്ലപോലെ വൃത്തിയിൽ കാണുമ്പോൾ രസം ഉണ്ടാവുള്ളൂ. യൂസ് ചെയ്യുമ്പോൾ വലിയ പ്രശ്നമില്ല. ഇതാണ് നമ്മൾ പിടുത്തം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കുറച്ച് പേപ്പർ പീസസ്
കാർഡ്ബോർഡ് പീസസ് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ച് വൈറ്റ് പേപ്പർ കവർ ചെയ്തിട്ടാണുള്ളത്. എന്തായാലും നമുക്ക് ഈ പ്ലാസ്റ്റിക് ടാപ്പിൻ്റെ മുകളിൽ പശ വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ നിൽക്കില്ല. അപ്പോൾ ഞാൻ പിന്നെയും ടാപ്പ് വെച്ചിട്ട് ഒട്ടിക്കുക ചെയ്തത്. അപ്പോൾ അത് കുളമായി പറഞ്ഞാൽ കാണാൻ അത്ര വൃത്തി ഉണ്ടായിരുന്നില്ല. സംഭവം യൂസ് ചെയ്യാനൊക്കെ അടിപൊളിയാണ്, യൂസിങ്ങൊക്കെ നല്ലപോലെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ കാണാൻ അത്ര വൃത്തി ഉണ്ടായിരുന്നില്ല. കണ്ടോ, ഒരു വൃത്തിയുടെ പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ഈ പരിപാടി തുടങ്ങിയിട്ട് ഏകദേശം 1-2 മണിക്കൂറായി. ഞാൻ 11 സംതിങ് തുടങ്ങിയതാണ്. ഇപ്പോൾ 1:40 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫുഡ് തന്നിട്ട് വരണം. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ച് വന്നിട്ട് ബാക്കിയുള്ളത് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലല്ല ഈ ഭാഗത്ത് വെക്കാൻ വേണ്ടിയിട്ടൊരു ഫ്ലാപ്പ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കാർഡ്ബോർഡിൻ്റെ ചെറിയ പീസ് എടുത്തിട്ട് അതിലും ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. സോ ഇതേമാതിരി അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾ എടുക്കുമ്പോൾ കറക്റ്റ് മെഷർമെൻറ്റൊക്കെ ചെയ്ത് സ്കെയിലൊക്കെ വെച്ച് മെഷർ ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഞാൻ നല്ലപോലെ മെഷർ ചെയ്യാണ്ട് എടുത്തിട്ട് ആകെ അലമ്പായിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, നിങ്ങൾ എടുക്കുമ്പോൾ നല്ലപോലെ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഏകദേശം എല്ലാം പെർഫെക്റ്റ് ആവും. ഫസ്റ്റ് ലോങ് വീഡിയോ ആയതുകൊണ്ട് തന്നെ എനിക്ക് എന്തൊക്കെ പറയണം എന്ത് ചെയ്യണം എന്നൊന്നും അറിയില്ല, എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനും അറിയില്ല. സോ എല്ലാവരും ക്ഷമിക്കുക. എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഒന്ന് പറഞ്ഞു തരാം. ഞാനൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് അടുത്ത വീഡിയോ മുതലൊക്കെ കറക്റ്റാക്കിയിട്ട് കൊണ്ടുവരാൻ നോക്കാം. സോ ഇനി നമുക്ക് കാർഡ്ബോർഡ് വൈറ്റ് പേപ്പർ ഇട്ട് കവർ ചെയ്തെടുക്കാം. ഇതിൽ എല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ്, അത് കണ്ടറിയാൻ നല്ലോണം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇത് വെച്ചപ്പോഴും അതേ അവസ്ഥ തന്നെയായിരുന്നു. കാർഡ്ബോർഡിൻ്റെ വലിപ്പം കൂടി. അത് കട്ട് ചെയ്തിട്ടാണ് അതൊന്ന് കറക്റ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ ആക്ച്വലി ഒരു ലോങ് വീഡിയോ ആയിട്ട് എൻ്റെ ടേബിൾ മേക്ക് ഓവർ ഇടണമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ടേബിൾ മേക്ക് ഓവർ ഞാൻ ചെയ്ത് വന്നപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് വന്നപ്പോൾ എനിക്കതിൽ കാര്യമായിട്ടൊന്നും തോന്നിയില്ല. അതിനൊരു 9 മിനിറ്റിൻ്റെ ടേബിൾ മേക്ക് ഓവറാണ് ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്കത് അതിനെ വലിയ കാര്യമായിട്ടൊന്നും അതിലുണ്ടെന്ന് തോന്നിയിരുന്നില്ല. അപ്പോൾ ഞാനത് അപ്ലോഡ് ചെയ്യേണ്ടെന്ന് വിചാരിച്ച് ഇന്നലെ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്തു. പക്ഷേ എനിക്കത് പിടിക്കാണ്ടായപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്ത്. അതിൻ്റെ ശേഷം ഞാൻ ഇന്നലെ തന്നെ ഇരുന്ന് ഉണ്ടാക്കിയതാണ് ഈ ഒരു ഐറ്റം. അപ്പം തന്നെ ഇടാമെന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കിയത്. പക്ഷേ എനിക്കപ്പോൾ ഇടാൻ പറ്റിയില്ല. എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ ഷൂട്ട് ചെയ്ത് വന്നപ്പോൾ തന്നെ നല്ല ലേറ്റായി. അപ്പോൾ പിന്നെ ഞാനത് ഇട്ടുണ്ടായിരുന്നില്ല ഇന്നലെ. അപ്പോൾ ഇന്ന് 10 മണിക്ക് ഇടാമെന്ന് വിചാരിച്ചിരുന്നു. ഇത് എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ ഇന്ന് 10 മണിക്ക് ഇടാൻ പറ്റിയില്ല. ഇതെന്തായാലും ഇപ്പോൾ 1 മണിയുടെ ഉള്ളിൽ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്യണത് 12-12:30 ആകുമ്പോഴാണ് ഇത് എഡിറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ എന്തായാലും 1 മണിയുടെ ഉള്ളിൽ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെൻട്രൽ ഐറ്റം ഉണ്ടാക്കണം. സെൻട്രൽ പറഞ്ഞാൽ ഒരു പെൻ ഹോൾഡർ പോലത്തെ ഐറ്റമാണ് ഉണ്ടാക്കേണ്ടത്. ഇത് ഉണ്ടാക്കുമ്പോഴും നല്ലോണം നോക്കണം, കാരണം കറക്റ്റ് മെഷർമെൻറ്റ് എടുത്തിട്ട് കറക്റ്റായിട്ട് ചെയ്യാം. ഞാനിതിൻ്റെ ഇടയിലൊക്കെ നല്ലപോലെ നിൽക്കാൻ വേണ്ടിയിട്ട് ടാപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. നല്ലപോലെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാ പോർഷനിലും ഈ ജോയിൻ്റ് ആവുന്ന പോർഷനിലൊക്കെ ഉള്ളിൽ കൂടെ ടാപ്പ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ആകുമ്പോൾ നല്ലപോലെ നിന്നോളും. പശ വെച്ച് ഒട്ടിച്ചിട്ട് പിന്നെ ടാപ്പ് വെച്ച് ഒട്ടിച്ചാൽ മതി. ഇല്ലെങ്കിൽ നമ്മളിതിങ്ങനെ വെറുതെ കറക്റ്റ് അളവിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലപോലെ നിൽക്കും. പക്ഷേ നമ്മളെന്തായാലും പശ വെച്ച് ഒട്ടിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ടാപ്പും വെച്ച് ഒട്ടിക്കുന്നുണ്ട്. ഇതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. സോ ഇനിയുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. എനിക്കതിൻ്റെ എഡ്ജസ് ഒന്നും ഇഷ്ടപ്പെട്ടില്ല. ഒരു ഫിനിഷിങ് ഇല്ലാത്ത പോലെ നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇനി എന്തായാലും ഉണ്ടാക്കി. എനിക്ക് ഉണ്ടാക്കിയതൊക്കെ നല്ല ഇഷ്ടമായി. ഒക്കെ നല്ല സ്റ്റേബിളായിരുന്നു. പക്ഷെ എനിക്ക് എന്താ പറയുക, കാണാൻ അത്ര വൃത്തി തോന്നിയില്ല. അപ്പോൾ ഞാൻ ഇന്ത്യയിലുണ്ടായിരുന്ന കളർ പേപ്പർ വെച്ചിട്ട് ഇതൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഇഷ്ടപ്പെട്ട്. നിങ്ങൾക്ക് ഈ വൈറ്റ് ഞാൻ എന്താ പറയുക A4 ആണ് എടുത്തിട്ടുള്ളത്. അതിന് പകരം വേറെ കളർ പേപ്പേഴ്സൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൃത്തി ഉണ്ടാവും. പക്ഷേ എൻ്റെ കയ്യിൽ അതിന് യൂസ് ചെയ്യാൻ മാത്രമുള്ള കളർ പേപ്പേഴ്സ് ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് വൈറ്റ് ചെയ്യണമെന്ന് തോന്നി. എൻ്റെ ടേബിൾ മേലുള്ള എല്ലാ സാധനങ്ങളും വൈറ്റാണ്. അപ്പോൾ ഞാൻ വൈറ്റ് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. ഇതാണ് ഞാനൊരു സൈഡിലേക്കാക്കി വെച്ചിട്ടുണ്ട്. എനിക്കെന്തായാലും നല്ലോണം ഇഷ്ടമായിട്ടു. ടേബിൾ മേൽ ഇത് വന്നപ്പോൾ കുറച്ചുകൂടെ ഐറ്റംസ് വന്ന് ഒന്ന് ഓർഗനൈസ് ആയ പോലെ ഉണ്ട്. ഇന്ത്യയിൽ പിന്നെ വലിയ വലിയ ബുക്കുകൾ ഉണ്ടായിരുന്നു, അതൊന്നും വെക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല എനിക്ക്. ഇത് വന്നപ്പോൾ ഞാൻ ബുക്സൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇന്ത്യയിൽ തന്നെ പെൻ ഹോൾഡേഴ്സ് ഇഷ്ടംപോലെ ഉണ്ടെങ്കിലും ഈ പെൻ ഹോൾഡറിൽ ഇട്ട് വെക്കാനുള്ള ഐറ്റംസ് ഒന്നും ഇന്ത്യയിലില്ല. അപ്പോൾ ആ ഉണ്ടായിരുന്ന ഐറ്റംസൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഞാൻ എന്താ പറയുക, മാർക്കേഴ്സൊക്കെ എടുത്ത് മാറ്റിയിട്ട് അതിലിൻ്റെ കാൽക്കുലേറ്റർ, പിന്നെ കുഞ്ഞു നോട്ടുകൾ, അങ്ങനത്തെ ഐറ്റംസൊക്കെ വെച്ചു വിട്ടാൽ മാറ്റിയിട്ട് വീഡിയോ എടുത്തതിന് ശേഷം. ഇതേപോലത്തെ കുറേ വലിയ ബുക്ക് ഹോൾഡേഴ്സ് അല്ല, ബുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു ബുക്ക് ഹോൾഡർ ഉണ്ടാക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഇതും സഫലമായപ്പോൾ ഒരു സന്തോഷം.
എന്നാലും എനിക്കിത് അത്യാവശ്യം നല്ലപോലെ ഇഷ്ടമായിട്ടാണ്. കുറച്ച് അത്യാവശ്യം നല്ല വൃത്തിയിൽ സ്റ്റേബിളായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ ഡ്രോയർ കുറച്ച് അലമ്പായി. ബാക്കിയുള്ളതൊന്നും എനിക്കത്ര വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. ആ ഡ്രോയർ ഒന്നുകൂടി നീറ്റായിരുന്നെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. എന്തായാലും എനിക്ക് നല്ലോണം ഇഷ്ടമായി. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, ബൈ.